Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أنما غنمتم من شيء فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. إذ أنتم بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليهلك من هلك عن بينة ويحيى من حي عن بينة وإن الله لسميع عليم. إذ يريكهم الله في منامك قليلا ولو أراكهم كثيرا لفشلتم ولتنازعتم في الأمر ولكن الله سلم إنه عليم بذات الصدور. وإذ يريكموهم إذ التقيتم في أعينكم قليلا ويقللكم في أعينهم ليقضي الله أمرا كان مفعولا وإلى الله ترجع الأمور. يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون. وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني
أخاف الله والله شديد العقاب إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فإن الله عزيز حكيم ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب صدق الله العظيم تقبل الله അള്ളാഹു റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആനു ശരീഫിനെ അള്ളാഹുവേ റബ്ബേ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയി വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഇതൊക്കെ നാളെ അള്ളാഹുവേ ഞങ്ങളെ ഖബറിലേക്ക് പ്രകാശപൂരിതമായ നൂറാനിയത്താക്കി നൽകണേ അല്ലാ. നിനക്ക് മിസ്ലി സവാബിനെ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഉമ്മയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ അമ്മോശൻ്റെ സഹോദരൻ്റെ സഹോദരി സഹോദരന്മാരുടെ പേരമക്കളുടെ വല്ലിപ്പയുടെ വല്യമ്മയുടെ ഉസ്താദുമാരുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഖബറിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ റബ്ബെ നീ സലാമത്തിലാക്കി സന്തോഷത്തിലേക്ക് റാഹത്തിലേക്ക് കൊടുക്കണേ അല്ലാ. പടച്ചവനെ നിൻ്റെ മഹൽ കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി ഖൈറിലാക്കി നൽകണേ അല്ലാ. ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് സഹോദരി സഹോദരന്മാര് സ്വലാത്തു ചൊല്ലി ദിക്ർ ചൊല്ലി മജ്‌ലിസിലേക്ക് ഹദിയയച്ച് ഖത്തമോദി ഖുർആനോദി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പലവരും പുണ്യമായ റജബിലും ശഅബാനിലും നോമ്പ് നോൽക്കുന്നവരാണല്ലാ, കബൂലാക്കണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. 96 നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് റബ്ബേ, പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകിയാലല്ലാതെ അത് പൂർത്തിയാക്കാൻ യാതൊരു വഴിയുമില്ലല്ലോ അല്ലാ. അല്ലാഹുവേ നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. ജീവിതത്തിലെ മശക്കത്തുകളിൽ അകപ്പെട്ടുകൊണ്ട് ഞെരുങ്ങുന്നവരുണ്ട് റബ്ബേ, തുറവടി നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പല സന്ദർഭങ്ങളിൽ ദുആ വസിയ്യത്ത് ചെയ്ത പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി അല്ലാ. നീ ഖൈറിലാക്കണേ അല്ലാ. ഈ ഖത്തമ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, 9ാമത്തെ ജുസ് ആണ് ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 9ാമത്തെ ജുസ് പൂർത്തിയാവുകയാണ്. നാളെ ഞങ്ങൾ 10ാമത്തെ ജുസിലേക്ക് കടക്കുകയാ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഖത്തമ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പുണ്യ ശഅബാനിൽ റഹ്മത്തും ബർക്കത്തും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, സുബൈർ ആൻഡ് ഫാമിലി കൊല്ലം 40,000 ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. നാളെ വ്യാഴാഴ്ച ദിവസമാണ് മുഅ്മിനീങ്ങളെ. എല്ലാവരും പരമാവധി ദിക്ർ സലാത്തുകളൊക്കെ ചൊല്ലി നമ്മൾ മജ്‌ലിസിലേക്ക് അയക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. നല്ല റാഹത്തുള്ള ഒരു മജ്‌ലിസായി, അള്ളാഹുവിൻ്റെ തൃപ്തി ഉള്ള ഒരു മജ്‌ലിസായി അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ. ഇത് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു മജ്‌ലിസാണ്. ഭൗതികമായ നേട്ടങ്ങളൊന്നുമില്ലാതെ
ഉള്ള ഒരു യൂട്യൂബ് ചാനലും കൂടിയാണ് നമ്മുടെ ഖത്തമുൽ ഖുർആൻ മജ്ലിസ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പിൽ വല്ല പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കാണാറില്ലല്ലോ. നേരെ ഖുർആൻ പാരായണത്തിലേക്കാണല്ലോ പ്രവേശിക്കാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറിടത്തിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ദിവസവും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സമ്മാനപ്പൊതി, ഒരു ഗിഫ്റ്റ് ആയിക്കൊണ്ടാണ് നമ്മൾ ഈ മജ്ലിസിനെ കാണുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഇത് നിലനിർത്താനും അതുപോലെ ഖത്തമുകൾ ഇങ്ങനെ ധാരാളം ഓതാനും ഖുർആൻ്റെ അഹ്ലുകാരാകാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ പരമാവധി ദിക്ർ സലാത്തുകൾ ചൊല്ലി മജ്ലിസിലേക്ക് ഇൻഷാ അള്ളാഹ് നാളെ ഇശായിൻ്റെ മുമ്പായിക്കൊണ്ട് എത്തിക്കണം, അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പേരിൽ ഫാത്തിഹ ഓതി നമുക്ക് മജ്ലിസിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തു സജദ പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين.
فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക. സുജൂദിൽ സജ്ജദ വജ്ഹിയലില്ലദി ഖലഖഹു വഖദ്ദറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ർ ഒരു വട്ടം ചൊല്ലുക. അത് അറിയുന്നവർ അത് ചൊല്ലുക, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക. ഇങ്ങനെയാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക. ബാക്കി تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم
أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون صدق الله مولانا العظيم. തഖബ്ബൽ അല്ലാഹു റഹ്മാനായ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ സൂറത്ത് സജ്ദയിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമാക്കണേ അല്ലാ. നാളെ മഹ്ശറാവൻ സഭയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അല്ലാഹുവേ, സൂറത്ത് സജ്ദ പാരായണം ചെയ്തവർക്ക് നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നുവോ, നീ ഏതെല്ലാം രീതിയിൽ ശഫാഅത്ത് നൽകുന്നുവോ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. സൂറത്ത് സജ്ദ പാരായണം നിത്യമാക്കുന്നവർക്ക് നാളെ മഹ്ശറാവൻ സഭയിൽ ആ സൂറത്ത് വന്നുകൊണ്ട് അല്ലാഹുവിനോട് ശഫാഅത്ത് ചോദിച്ചുകൊണ്ട് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാ റഹ്മാനായ റബ്ബേ, സൂറത്ത് സജ്ദ ജീവിതത്തിൽ നിത്യമാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു നിന്റെ മഹബത്തിൽ കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ സാമ്പത്തിക ഉറവിട മേഖലകളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ. സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കണ്ണീരുകൾ അല്ലാഹുവേ, അതിനൊക്കെ നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പരിശുദ്ധമായ ഖുർആന്റെ അഹ്ലുകാലി ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ദിവസവും ഒരു 7 ഓതിക്കൊണ്ട് ഖത്മ തീർക്കാൻ ഞങ്ങൾ അല്ലാഹുവേ കരുതിയിരിക്കുന്നു അല്ലാ, തീരുമാനിച്ചിരിക്കുന്നു അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ സഹായം നൽകണേ അല്ലാ. ഈ ഖത്മ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തഖബ്ബൽ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തു യാസീൻ ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين
واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم
والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون
ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم تقبل الله റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്ത് യാസീൻ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥിലി സവാബിന് അള്ളാഹു ഞങ്ങളിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹൽറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അതുപോലെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി ഇതിനെ നീ സ്വീകരിക്കണേ റഹ്മാനായ റബ്ബേ, നിന്റെ മഹ്ലു ഫദ്ൽ കൊണ്ട് അള്ളാഹുവെ യാസീനിൻ്റെ ബർക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ വീടുകളിൽ, ഞങ്ങളുടെ നാടുകളിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ സമ്പത്തിൽ, ആരോഗ്യത്തിൽ, ഈമാനിൽ, ഇബാദത്തിൽ, തഖ്വയിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ നീ റാഹത്തിലാക്കി നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളിൽ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. പലവരും ദുആവസിയത്തുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ, വിഷമങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ, ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൻ്റെ അസുഖങ്ങൾ, ശരീരത്തിൻ്റെ അസുഖങ്ങൾ, എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകി ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തു ദുഖാൻ ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم والكتاب المبين. إنا
في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون أنى لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا منتقمون ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إلي عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا لي فاعتزلون فدعا ربه أن هؤلاء قوم مجرمون فأسر بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين فأتوا بآبائنا إن كنتم صادقين أهم خير أم قوم تبع والذين من قبلهم أهلكناهم
إنهم كانوا مجرمين وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولى عن مولى شيئا ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم إن هذا ما كنتم به تمترون إن المتقين في مقام أمين في جنات وعيون يلبسون من سندس واستبرق متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير
وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين تقبل الله റഹ്മാൻ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. സൂറത്തുൽ മുൽക്ക് ഞങ്ങൾ പാരായണം ചെയ്തിരിക്കുന്നു അല്ലാ. റഹ്മാനായ റബ്ബേ, മുൽക്ക് പാരായണം ചെയ്യുന്നവരുടെ ഖബറിൽ സന്തോഷം നൽകുമെന്നാണ് നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത്. ഖബറിലുള്ള എല്ലാ ശിക്ഷകളിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്താക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് മഗ്ഫിറത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിലും
അതുപോലെ തന്നെ ഖബറിലും നാളെ മഹ്ശറിലും ഒക്കെയുള്ള എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും അദാബുകളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കരകയറ്റി റാഹത്തിലും സലാമത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ ഖുർആന് സൂറത്ത് മുൽക്കിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുവല്ല, സൂറത്ത് ദുഹാനിനെ ഞങ്ങൾ സ്നേഹിക്കുന്നുവല്ല, സൂറത്ത് സജദയെ സൂറത്ത് യാസീനെ ഞങ്ങൾ സ്വീകരിക്കുന്നുവല്ല, കബൂലാക്കുന്നുവല്ല. അല്ലാഹു ഞങ്ങൾ സ്നേഹിക്കുന്നുവല്ല. അത് നിന്റെ കലാമിനുള്ള സൂറത്തുകളാണല്ലോ അല്ലാ. അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നതിന് അതുവഴിയായി നീ ഞങ്ങളെയും സ്നേഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മുറാദുകളെ ഹാസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ഇത് ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് എല്ലാവരുടെയും എല്ലാവിധ ഉദ്ദേശങ്ങളും നിറവേറ്റി റാഹത്തിലും ഖൈറിലും വിജയത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. صلواتي على النبي وسلامي وهو خير الأنام بدر تمامي. السلام عليك زين الأنبياء، السلام عليك أتقى الأتقياء. صلواتي على النبي وسلامي وهو خير الأنام بدر تمامي. السلام عليك أصفى الأصفياء، السلام عليك أزكى الأزكياء. صلواتي على النبي وسلامي وهو خير الأنام بدر تمامي. السلام عليك من ربي سمائي، السلام عليك دام بلا انقضاء. صلواتي على النبي وسلامي وهو خير الأنام بدر تمامي. السلام عليك أحمد يا حبيبي، السلام عليك طه يا طبيبي. صلواتي على النبي والسلام وهو خير الأنام بدر التمام. السلام عليك أحمد يا محمد، السلام عليك طه يا ممجد. صلواتي على النبي والسلام وهو خير الأنام بدر التمام. السلام عليك يا كهفا ومقصد، السلام عليك يا حسنا تفرد.
صلواتي على النبي والسلام وهو خير الأنام بدر التمام صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കിനി അദ്കാർ സ്വബാഹിന് പകരമുള്ള നമ്മുടെ സ്വലാത്ത് ദിക്ർ മജ്ലിസിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും മനസ്സറിഞ്ഞ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഹബീബിന്റെ റൗളയിലേക്ക് എത്തണം. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായി സിയാറത്തൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഹബീബിനെ സ്വപ്നത്തിൽ കാണണം, ഹബീബിന്റെ ആ ദർശനം നമുക്കുണ്ടാകണം എന്നുള്ള ആ നിയ്യത്ത്, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് 11 സ്വലാത്ത് ചൊല്ലാം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി 111 വട്ടം യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലുക. يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി എല്ലാവരും ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണേ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം. ആ സലാം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഇമാമൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖാതിമൻ നബിയ്യീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ശഫീഅൽ മുദ്നിബീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂല റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ജദ്ദൽ ഹസനി വൽ ഹുസൈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റഹ്മതൻ ലിൽ ആലമീൻ. ഖുദ് ബിയദി, നബിയെ എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയെ. ഖല്ലത്ത് ഹീലതി,
രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയേ, ഇബാദത്തുകൾ കുറവാണ് നബിയേ, എല്ലാം കുറവാണ് നബിയേ. അതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയേ. അതിരിക്കിനി, എന്നെ എത്തിക്കണേ നബിയെ മുറാദി, എൻ്റെ മുറാദിലേക്ക്. അതിരിക്കിനി മുറാദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതനെ എൻ്റെ മുറാദിലേക്ക്, എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ. എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, ഹബീബിനെ കാണലാണ്, സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടലാണ്. അതിനുള്ള തന്ത്രങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയെ. ആയതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. ചൊല്ലിക്കോണി, ഖുദ് ബിയദീ ഖല്ലത് ഹീനതീ അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദീ ഖല്ലത് ഹീനതീ അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദീ ഖല്ലത് ഹീലതീ അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, അല്ലാഹു നീ ഖബൂലാക്കണേ അല്ലാഹ്. ഹബീബിന്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ പ്രവാചകന്റെ മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബിന്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ അല്ലാഹ്. അല്ലാഹു ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മദിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാം നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. ഖതമ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകളെ ഹസിലാക്കി നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹസിലാക്കി നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ. ആ അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവന്റെ ഹൃദയം, അവന്റെ ഈമാൻ, അവന്റെ വീട്, അവന്റെ ജോലി, അവന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ. അല്ലാഹുവേ, നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാവരും ഒപ്പം ചൊല്ലണേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارع يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم
يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور إن شاء الله എല്ലാവരും ആമീൻ പറയണേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ്. എല്ലാവരും ആമീൻ പറയുക. أن تحفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتأيدنا بتأييدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. പടച്ചവനെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ, ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണേ അല്ലാ. ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ മജ്ലിസിൽ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മഈശത്തിന്റെ മാർഗത്തിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങൾ കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കി ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ. മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കണേ, ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണേ, കുടുംബാദികൾക്ക് വേണ്ടി ദ്വാരക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, സന്താനങ്ങൾക്ക് വേണ്ടി, അമ്മാശിന് വേണ്ടി, ഇങ്ങനെ തുടങ്ങി കുടുംബത്തിൽ മരിച്ചവർ, കുടുംബവുമായി ബന്ധപ്പെട്ടവർ, രക്തബന്ധമുള്ളവർ, കെട്ടുബന്ധമുള്ളവർ, കുടുംബബന്ധമുള്ളവർ, അയൽപക്ക ബന്ധമുള്ളവർ, സുഹൃത്ത് ബന്ധമുള്ളവർ, അങ്ങനെ മഹലിൽ നിന്ന് മരിച്ചുപോയവർ പലവർക്കും ദുആ വസിയത്ത് ചെയ്തിട്ട് മുഅ്മിനീങ്ങളെല്ലാവർക്കും വേണ്ടി നമുക്ക് ദ്വാരക്കണം. രോഗങ്ങൾ മാറാൻ വേണ്ടി, പ്രയാസങ്ങൾ വിഷമങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി, മനസ്സിലെ സങ്കടം, നീറ്റൽ, കരച്ചിൽ ഒക്കെ മാറി റാഹത്താക്കാൻ വേണ്ടി, ജീവിതത്തിലെ മശക്കത്തുകൾ നീങ്ങി കിട്ടാൻ വേണ്ടി, കടങ്ങളൊക്കെ നീങ്ങി കിട്ടാൻ വേണ്ടി, റാഹത്തായ ജോലി ശരിയാകാൻ വേണ്ടി, വിശ ശരിയാകാൻ വേണ്ടി, റാഹത്തായ ശമ്പളം കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് അങ്ങേയറ്റം ഞെരുങ്ങുന്നവർ കടങ്ങളിൽ നിന്നൊക്കെ സലാമത്താക്കാൻ വേണ്ടി, സ്വന്തമായൊരു വീടുണ്ടാകാൻ വേണ്ടി, അതുപോലെ തന്നെ
പിന്നെ വിവാഹം നടക്കാൻ വേണ്ടി, സുഖപ്രസവം ഉണ്ടാകാൻ വേണ്ടി, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി, അതുപോലെ പിന്നെ കുടുംബജീവിതത്തിലെ വിഷമങ്ങൾ സങ്കടങ്ങൾ മാറാൻ വേണ്ടി, ഇങ്ങനെ തുടങ്ങി മക്കൾക്ക് പരീക്ഷ നടക്കുകയാണ്. പൊതുപരീക്ഷ, മദ്രസ പരീക്ഷ, SLC പരീക്ഷ, +2 എക്സാം, MBBS എക്സാം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് എക്സാമുകൾ മക്കൾ അഭിമുഖീകരിക്കുകയാണ്. നല്ല വിജയം, ഉന്നത വിജയം ഉണ്ടാകാനൊക്കെ വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് പോകാനും ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. വീടും സ്ഥലമൊക്കെ വിറ്റ് പോകാൻ ആഗ്രഹിക്കുന്നവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കണം. അതുപോലെ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മറ്റു നിലക്കുള്ള അസുഖങ്ങൾ കൊണ്ടൊക്കെ വിഷമിക്കുന്നവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتغلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. لا إله إلا الله الموجود بكل زمان، لا إله إلا الله المعروف بكل إحسان، لا إله إلا الله المعبود بكل مكان، لا إله إلا الله المذكور بكل لسان، لا إله إلا الله كل يوم هو في شأن، لا إله إلا الله الأمان الأمان من زوال الإيمان ومن شد الشيطان ومن ظلم السلطان. يا قديم الإحسان، يا غفور يا غفار برحمتك يا أرحم الراحمين. പടച്ചവനെ ലോകരക്ഷിതാവായ അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയത് ചൊല്ലിയത് ഒരുമിച്ച് കൂടിയതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ ഞങ്ങൾ ചെലവഴിച്ച ഓരോ സെക്കൻഡും നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സെക്കൻഡുകളാക്കി, സമയങ്ങളാക്കി സ്വീകരിക്കണേ അല്ലാഹ്. ആരാരുമില്ലാത്ത പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിലേക്ക് ഞങ്ങളെ കൊണ്ടുവെക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളിവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡും ഓതിയ ഓരോ ഹർഫുകളും ചൊല്ലിയ ഓരോ ദിക്റുകളും അല്ലാഹുവേ ഖബറിലേക്ക് പ്രകാശമായി എത്തിക്കണേ അല്ലാഹ്. നിന്റെയൊക്കെ മിഥ്ല സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെ, ഞങ്ങളെ ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, അല്ലാഹ് ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഞങ്ങൾക്ക് സതുപദേശം നൽകിയ ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ അയൽവാസികൾ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളെ ഹളറത്തിലേക്ക് നിന്റെ മിഥ്ല സവാബിനെ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് സ്വഹാബുൽ ബദരീങ്ങൾ, ഉഹദീങ്ങൾ, ഖന്ദഖീങ്ങൾ, എല്ലാ സ്വഹാബത്തെ കിറാമിന്റെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, സുൽത്താനുൽ ഔലിയ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുപ്പാന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, നിന്റെ ഈ ഭൂമി ലോകത്ത് അങ്ങുമിങ്ങുമായി മറവിട്ട് കിടക്കുന്ന അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ എത്രയോ മഹാന്മാരായ നിന്റെ ഔലിയാക്കളുണ്ട്. അവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അതിന് ഞങ്ങൾ സിയാറത്ത് ചെയ്തവരുണ്ട്, ഞങ്ങൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ഞങ്ങളുടെ നാടുകളിൽ അന്ത്യവിശ്രമം കൊണ്ടുവന്ന മഹാന്മാരായ ഔലിയാക്കളുണ്ട്. എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു എല്ലാ സ്വാലിഹീങ്ങളുടെ ഹളറത്തിലേക്ക്, സജ്ജനങ്ങളുടെ മശായിഖന്മാരുടെ, ഖൈറിന്റെ അഹ്ലുകാരുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖീങ്ങളൊക്കെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ, ദറജകളെ, സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കി ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളെ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ച് നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളോട് ഓതിയതിന്റെ, ചൊല്ലിയതിന്റെ, ഒരുമിച്ച് കൂടിയതിന്റെ ഒക്കെ മിഥ്ല സവാബിന് റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും മരിച്ചുപോയ
മരിച്ചുപോയ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹു എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഈ മജ്‌ലിസിൽ ഉമ്മ മരിച്ചു പോയവരുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയവരുണ്ട്, സഹോദരന്മാര് മരിച്ചു പോയവരുണ്ട്. അല്ലാ, ആൺമക്കൾ, പെൺമക്കൾ, വല്ലിപ്പമാര്, വല്യമ്മമാര്, പേരക്കുട്ടികൾ, അങ്ങനെയായി ഞങ്ങളുമായി ബന്ധപ്പെട്ട പലവരും മരിച്ചു പോയിരിക്കുന്നു. അല്ലാ, അവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് നിന്റെ മിഥില സവാബിനെ എത്തിച്ചു കൊടുത്ത് അവരുടെ നാളെ ഞങ്ങളുടെയും ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഖബറിൽ എന്തെങ്കിലും ഇത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹു നീ സലാമത്ത് നൽകി സന്തോഷകരമായ ഒരു ഖബർ ജീവിതം അവർക്കും നാളെ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, ക്യാൻസർ, ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, പകർച്ചാവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങൾ അഹ്ലുകാരെയും കാക്കണേ അല്ലാ. അസുഖബാധിതരായ ഒരുപാട് ഉപ്പമാര്, ഉമ്മമാര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. മക്കള് രോഗികളാണ്, ഭാര്യ രോഗിയാണ്, ഭർത്താവ് രോഗിയാണ്, സന്താനങ്ങൾ രോഗിയാണ്. അല്ലാഹുവേ, സഹോദരന്മാര് രോഗിയാണ്. ഇങ്ങനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലവരുമുണ്ട് അല്ലാ. അല്ലാഹുവേ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും സഹോദരന്മാരെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, രോഗികളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. കല്ലിന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വെള്ളപ്പാണ്ട് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹുവേ. ടെൻഷന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. അപസ്മാര രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. റഹ്മാനായ റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ. കാലിൻ്റെ മുട്ടുവേദന കൊണ്ട്, ഊരവേദന കൊണ്ട്, കാലുവേദന കൊണ്ട്, ശരീരമാസകലം വേദന കൊണ്ട് അങ്ങേറ്റം വിഷമിക്കുന്ന എത്രയെത്രയ ഉമ്മമാര് ഉപ്പമാര് അല്ലാ, ശരിക്കൊന്ന് നമസ്കരിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവരാ. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. രോഗം എന്താണെങ്കിലും അല്ലാഹുവേ, ശിഫ നിന്റെ അടുക്കൽ ഒരു പ്രശ്നമല്ലല്ലോ അല്ലാ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹു, നിന്റെ ഖജനാ വിശാലമാണല്ലോ അല്ലാ. ഞങ്ങളെ ഓരോരുത്തരുടെയും ആവശ്യം നിനക്കറിയാമല്ലോ അല്ലാ. ഞങ്ങൾ ആവശ്യങ്ങളിലേക്കായി തുറന്നു നൽകണേ അല്ലാ. കടം കൊണ്ട് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ. കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാ. കടം വീട്ടാൻ വേണ്ടി വീടും സ്ഥലവും ഒക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലാതെ വീടും സ്ഥലവും ഒക്കെ വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഖൈറായ ഇടപാടുകാരെ എത്തിക്കണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. വീടും സ്ഥലവും ഇല്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, റാഹത്തായ സ്ഥലവും വീടും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ മഈശത്തിന്റെ മാർഗത്തിന് സാമ്പത്തിക ഉറവിട ഉപാധികൾ മേഖലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ജോലി ചെയ്യാനുള്ള ആരോഗ്യം നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യാനുള്ള ബർക്കത്ത് നൽകണേ അല്ലാ. ജോലി സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, സിഹ്റുമാരണങ്ങളിൽ നിന്ന്, ശൈത്വാനിയത്തിന്റെ ജിന്ന്, ഇഫ്രീത്ത് റുഹാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. സാഹിര്യങ്ങളെ സിഹ്റിൽ നിന്ന്, ഫത്താനിങ്ങളെ ഫിത്നയിൽ നിന്ന്, കാദിബിങ്ങളെ കദിബിൽ നിന്ന്, ലാലിമീങ്ങളെ ദുൽമിൽ നിന്ന് ഒക്കെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ റാഹത്തുള്ള ഇണകളെ നൽകണേ അല്ലാ. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾക്ക് നൽകിയ മക്കളെയും ഞങ്ങളെയും നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളൊക്കെ നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, കുടുംബജീവിതം പ്രയാസത്തിലായവരുണ്ട് അല്ലാ. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പ്രയാസങ്ങൾ കൊണ്ട്, ഭാര്യയുടെ വീട്ടുകാരുടെ പ്രയാസം കൊണ്ട്, അമ്മായിമ്മയുടെ, അമ്മാശന്റെ, മരുമക്കളുടെ, ഇങ്ങനെ തുടങ്ങി അല്ലാഹുവേ, വിവാഹം ചെയ്തവരുടെ വീട്ടിൽ പലവിധ പ്രയാസങ്ങൾ, വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാ. നീ സലാമത്ത് നൽകി സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാ. വിവാഹ ജീവിതം പ്രയാസത്തിലായി കേസിലെത്തിയവരുണ്ട് അല്ലാ. നഷ്ടപരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അല്ലാ. ത്വലാഖ് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ. ഖൈറിന്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു, ഈ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, ഉമ്മമാര്, സഹോദരന്മാര്, അവരാരൊക്കെയാണ്, അവരുടെ പ്രയാസങ്ങൾ എന്താണ്, വിഷമങ്ങൾ എന്താണ് നിനക്കറിയാമല്ല അല്ലാ. പലവരും ഇങ്ങനെ ദുആ വസിയ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാ. അല്ലാഹു, ഓരോ വ്യാഴാഴ്ച ദിവസം ആകുമ്പോഴും ഇശാഇന്റെ സമയമാകുമ്പോഴേക്കും സ്വലാത്ത് ചൊല്ലി മജ്‌ലിസിലേക്ക് ഹദിയ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരുണ്ട്, സ്വീകരിക്കണേ അല്ലാ. വ്യാഴാഴ്ച
ദിവസം നോമ്പ് നോറ്റുകൊണ്ട് അല്ലാ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുന്നവരാണ് അല്ലാ ഞങ്ങളിൽ പലവരും. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഇന്നിന്റെ രാവിലും ഇന്നിന്റെ രാത്രിയിലും നാളത്തെ പകലിലുമൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ അല്ലാഹു ഒരു വെള്ളിയാഴ്ച രാവിലോ അതല്ലെങ്കിൽ അല്ലാ ഒരു വെള്ളിയാഴ്ച പകലിലോ സ്വാലിഹീങ്ങൾ മരിക്കുന്നത് പോലെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ മർദിയായ സിയാറത്തിനുള്ള അവസരം നൽകണേ അല്ലാ. അല്ലാഹു ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ അറിയാതെ മനസ്സിൽ മുറാദുകൾ വെച്ചുകൊണ്ടിരിക്കുന്നവര് എല്ലാവരും നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇനി ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അവസാനം നിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് കലിമ ചൊല്ലി സന്തോഷിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ മരണപ്പെട്ടു പോയവരുടെ ആണ്ട് ദിവസം അറിയിച്ചവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ പേരിൽ ഞങ്ങൾ ചൊല്ലിയത് ഓതിയതൊക്കെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ ഖബർ നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കണേ അല്ലാ. റബ്ബനാ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതൂ മിന്നാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീൽ അൻബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും മരണപ്പെട്ടുപോയ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് പരമാവധി ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസിന്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.